ആ സ്ഥാനത്തിൽ നിന്ന് എല്ലാ സവിശേഷതകളോടും കൂടിയാണ് അല്ലാഹു തആല ഭൂമിയിലേക്ക് നിയോഗിച്ചത്. ഇരുനബിയുടെ സാമൂഹിക സമൂഹത്തിന്റെ പ്രവർത്തികാഴ്ചകൾ നടക്കുന്ന അനുഭവങ്ങൾക്കിടയിൽ അതിന് പ്രഭാവത്തിന്റെ ഭയാവഹമായ മനസ്സിലൂടെപ്പുണ്ട്. നിങ്ങൾക്ക് ഉത്തമ മാതൃക എന്നൊരു ഖുർആൻ പറയുന്നുണ്ട്. ഏത് കാര്യത്തിലാണ് മാതൃക നിശ്ചയിക്കുന്നവർക്ക് എല്ലാ കാര്യത്തിലും മാതൃക എന്നതാണ് പൂർണ്ണമായ മറുപടി. പറയുന്നത് മാത്രം പ്രവർത്തിക്കുക മാത്രം പറയുക എന്നതായിരുന്നു അവരുടെ ജീവിതത്തില്. ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ചോദ്യം ചെയ്യാത്ത അതിനായിരുന്നിട്ടും പഴയോടെ കുഞ്ഞുമുടനെ പായിലായിരുന്നു അവിടെ വണ്ടി ഇറങ്ങിയിരുന്നത്. പാവപ്പെട്ടവരെ അനിതയെ അധികാരിയോട് അടിച്ചമാറിയിരുന്നില്ല, മറിച്ച് അടിക്കടി അവരെ ഉന്നതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു ചെയ്തിരുന്നത്. സ്നേഹം, വിജയം, വിശാലമനസ്കത, വിട്ടുവീഴ്ച മനോഭാവം തുടങ്ങിയ പൂർണ്ണതയുടെ എല്ലാ കാര്യങ്ങളും ആ മാതൃത്വത്തിൽ മഴിച്ചേർപ്പുണ്ട്. നിങ്ങൾക്ക് ഉത്തമ മാതൃക ഉണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ലോകം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളുടെ ദുലാമാലകൾ അവർക്ക് കൊടുത്തുകൊണ്ട് സ്വതന്ത്രത്തിന്റെ ലോകത്തേക്ക് വിമോചകനായി അവിടുത്തെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും ആയുധം പ്രയോഗിച്ചിരുന്നില്ല, മറിച്ച് സത്യം കാണിച്ചു കൊടുത്ത് അവരെ മനഃപരിവർത്തനം നടത്തുകയാണ് ചെയ്യുന്നത്. പൂർവ്വവേദങ്ങളെ പ്രതിപാദിച്ചിരുന്നതും എന്നാൽ ക്രൈസ്തവ പാതിരിമാരും ഇന്ന് പുരോഹിതന്മാരും മറച്ചു ചിരഞ്ജമായ ചിത്രമായി ബന്ധപ്പെട്ട പല സത്യങ്ങളും ഖുർആൻ മുഖേന പുറത്തുവന്നപ്പോൾ പലർക്കും അവർ അംഗീകരിക്കാതിരിക്കാൻ സാധിച്ചില്ല. എന്നിട്ട് അംഗീകരിക്കാതിരുന്നവർക്ക് അവരുടെ ആവശ്യപ്രകാരം ചന്ദ്രനെ പകുതിയായി കാണിച്ചു കൊടുത്തു. ഇതെല്ലാം ഖുർആനിൽ വളരെ ഭംഗിയായി വിവരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും സുനില പ്രവാചകത്തെ അംഗീകരിക്കാതെ അവഗണിച്ചു തള്ളി ഇവിടുത്തെ കവിയെന്നും ഭ്രാന്തരെന്നും ജ്യോതിഷരെന്നും മാരണക്കാരെന്നും പറഞ്ഞ് ആരോപണങ്ങളുടെ പാശാല പ്രതിരോധത്തിനായ അക്കമിട്ട് മറുപടി പറയാൻ വലിയ ഉത്സാഹമാണ് കാണിക്കുന്നത്. അതിന്റെ ലോകത്തെ സിയോണിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ, യുക്തിവാദികൾ തുടങ്ങി ഇസ്ലാമിന്റെ പ്രതിപക്ഷത്തിൽ എല്ലാ പ്രത്യേക ശാസ്ത്രജ്ഞനുള്ള വക്താക്കളും ചില കുപ്രചനങ്ങളുടെയാണ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ആരോപണങ്ങൾ മുന്നേറിക്കുന്നതും ഉള്ളിൽ കളയുന്നു. ജീവിതത്തിൽ ഉൾപ്പെടുന്ന സർവ്വചരാചരങ്ങളും ഇത് അനുഭവിച്ചറിഞ്ഞവരാണ്. അല്ലാഹു തആല പറഞ്ഞു, സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങനെ നാം നിയോഗിച്ചിട്ടില്ല. യുടെ കാരണം 6-ാം നൂറ്റാണ്ടിലോ അറബ് ഉപദ്വീപിലോ ഒതുങ്ങിക്കൂടിയിരുന്നതല്ല എന്നറിയുമ്പോഴാണ് ഭൂതകാലത്ത് നിലയായല്ല, മറിച്ച് നമ്മുടെ യഥാർത്ഥങ്ങളിൽ നമ്മിൽ ജീവിക്കുന്ന നബിയാണ് വിശുദ്ധനാക്കി അനുഗ്രഹമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ആ നബിയോടുള്ള സ്നേഹം നടത്താനും പ്രവർത്തനത്താലും പ്രാർത്ഥിക്കുമാക്കാൻ അതൻ പ്രവർത്തിക്കുമാറാകട്ടെ. ആമീൻ. ഇന്ന് പ്രാർത്ഥിച്ചു പറയാൻ എല്ലാവർക്കും സംഭവിക്കുന്നു.